ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മോഷൻ അഥവാ ചലനം. വാട്ട് ഈസ് മോഷൻ? ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആ ഒബ്ജക്റ്റ് നമ്മൾ മോഷനിലാണെന്ന് പറയും. ദാറ്റ് ഈസ് പൊസിഷണൽ ചേഞ്ച് ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് മോഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. നമ്മുടെ സറൗണ്ടിങ്സിൽ മോഷന് തൗസൻഡ്സ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ഈസ് വൺ എക്സാമ്പിൾ. സൂര്യൻ്റെ ഉദയം, അസ്തമയം, ഇനി നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഫ്ലോ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് മോഷൻ. മോഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആവാം, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു പാത്തിൽ കൂടെ ആവാം, അല്ലെങ്കിൽ അതൊരു വൈബ്രേഷൻ ഓർ ജേർക്കിംഗ് മോഡലാവാം, ഓർ കോമ്പിനേഷൻ ഓഫ് ഓൾ ദിസ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയുള്ള മോഷനാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് ഓയിൽ നിന്നുള്ള പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് 30 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് എ എന്നുള്ള പൊസിഷനിൽ ഫസ്റ്റ് റീച്ച് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്ന് സി എന്ന ഫൈനൽ പൊസിഷനിലും എത്തിച്ചേരുന്നു. ഇവിടെ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ടോട്ടൽ പാത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് TP, ടോട്ടൽ പാത്ത് ലെങ്ത്, ഇസ് ഈക്വൽ ടു OA plus AC. OA is 30 kilometers and AC is 15 kilometers. So the final answer is 45 kilometers. And this is the distance. ഇവിടെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് O എന്നുള്ള സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് എയിലോട്ടും ദെൻ എയിൽ നിന്ന് സി എന്ന ഫൈനൽ പൊസിഷനിലോട്ടുമാണ്. ബട്ട് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഓയിൽ നിന്ന് ഫിനിഷിംഗ് പോയിൻറ്റ് സിയിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് OC ആണ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് 15 കിലോമീറ്റേഴ്സ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് എ എന്നുള്ള പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് 5 കിലോമീറ്റേഴ്സ് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് റൈറ്റ് ടേൺ എടുത്ത് ഒരു 6 കിലോമീറ്റേഴ്സ് സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. എഗെയിൻ ഒരു 5 കിലോമീറ്റേഴ്സ് വെസ്റ്റിലേക്ക് ട്രാവൽ ചെയ്ത് ഫൈനൽ പൊസിഷനായ സിയിലെത്തിച്ചേരുന്നു. സോ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A to C, ദാറ്റ് ഈസ് 5 കിലോമീറ്റേഴ്സ് പ്ലസ് 6 കിലോമീറ്റേഴ്സ് പ്ലസ് 5 കിലോമീറ്റേഴ്സ്, ദാറ്റ് ഈസ് 16 kilometers. But the displacement here is the shortest distance between A and C. ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് 6 kilometers ആൻഡ് ഇറ്റ് ഈസ് ഇൻ സൗത്ത് ഡയറക്ഷൻ. ഇതാണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിഫറൻസ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത് ഡിസ്റ്റൻസും അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പിക്ചർ OA plus AB plus BC ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് OC ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്പർ 2, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് തുടങ്ങിയാൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, അതൊരിക്കലും നെഗറ്റീവ് ഓർ സീറോ ആവില്ല. ഇനി ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് അതേ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ വിൽ ബി ദ സെയിം, സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി സീറോ. ഇനി ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണ്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ്. സെക്കൻഡ് പിക്ചറിൽ ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ആൻഡ് തേർഡ് ഈസ് ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, അതായത് അതിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓർ വാല്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള സ്കേലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് മാസ്, ടൈം, സ്പീഡ്, എക്സെട്ര. ഇനി ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ഫോഴ്സ്, എക്സെട്ര.
അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ. നമ്മളൊരു ക്ലോക്കിൽ സൂചിയുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അത് ഓരോ സെക്കൻഡിലും ഒരേപോലെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നെക്സ്റ്റ് ഈ സൈക്കിളിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അത് കുറച്ച് ദൂരം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു, കുറച്ച് ദൂരം സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. സോ ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ദൂരം വ്യത്യാസം ഉണ്ടായിരിക്കും. That is, it covers unequal distance in equal interval of time. So here the first motion is known as uniform motion. That is, the object covers equal distance in equal interval of time. And the second motion, that is the motion of the cycle, is known as non-uniform motion. Here it covers unequal distance in equal intervals of time. So that is the difference between uniform motion and non-uniform motion. നമുക്കിവിടെ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഓരോ 5 മിനിറ്റിലും ഒബ്ജക്റ്റ് എയും ഒബ്ജക്റ്റ് ബിയും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് എ ട്രാവൽ ചെയ്യുന്നതിന് ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതായത് ഓരോ 5 മിനിറ്റിലും അത് 5 മീറ്റർ ആണ് കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 10 to 15, 15 to 20, 20 to 25 ലൈക്ക് വൈസ്. ബട്ട് ഒബ്ജക്റ്റ് ബി ട്രാവൽ ചെയ്യുമ്പോൾ അത് ഓരോ 5 മിനിറ്റിലും ഈക്വൽ ഡിസ്റ്റൻസ് അല്ല ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് 5 മിനിറ്റിൽ അത് 5 മീറ്റർ ട്രാവൽ ചെയ്തു, ദെൻ സെക്കൻഡ് 5 മിനിറ്റിൽ 3 മീറ്റർ, ദെൻ തേർഡിൽ 7 മീറ്റർ ആൻഡ് ഫോർത്തിൽ 6 മീറ്റർ. അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഒബ്ജക്റ്റ് ബി കവർ ചെയ്യുന്നത്. സോ ഇവിടെ ഒബ്ജക്റ്റ് എ യൂണിഫോം മോഷനിലും ആൻഡ് ഒബ്ജക്റ്റ് ബി നോൺ യൂണിഫോം മോഷനിലും ആണെന്ന് പറയാം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. An object have moved through a distance. Can it have zero displacement? If yes, support your answer with an example. So yes ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്ന് സിയിലോട്ടും ദെൻ ഡിയിലേക്കും ദെൻ റിട്ടേൺ ബാക്ക് ടു എ അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ഇനീഷ്യൽ പൊസിഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ ഹിയർ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ഫാർമർ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫീൽഡിൻ്റെ ബൗണ്ടറിയിലൂടെ ട്രാവൽ ചെയ്യാണ്. ഇവിടെ സൈഡ് ലെങ്ത്ത് 10 മീറ്ററും ട്രാവൽ ചെയ്ത ടൈം 40 സെക്കൻഡ്സും ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നു ടൈം ടി ഈസ് 40 സെക്കൻഡ്സ് ആൻഡ് ദ സൈഡ് ലെങ്ത് ഈസ് 10 മീറ്റർ. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 minutes 20 seconds കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും എന്നതാണ്. 2 minutes 20 seconds എന്നത് നമുക്ക് 140 seconds എന്ന് എഴുതാം. 60 + 60 + 20. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ 2 വിധത്തിൽ സോൾവ് ചെയ്യാം. ഫസ്റ്റിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫാർമർ 40 സെക്കൻഡ്സിൽ എൻറ്റയർ ബൗണ്ടറി കവർ ചെയ്യുന്നു എന്നതാണ്. ഫസ്റ്റ് 40 സെക്കൻഡിൽ 1 റൗണ്ട്, സെക്കൻഡ് 40 സെക്കൻഡിൽ സെക്കൻഡ് റൗണ്ട് കവർ ചെയ്യുന്നു ആൻഡ് തേർഡ് 40 സെക്കൻഡിൽ ഫാർമർ തേർഡ് റൗണ്ട്, അതായത് 3 പ്രാവശ്യം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലൂടെ സിയിലൂടെ ഡിയിലൂടെ എയിൽ തന്നെ തിരിച്ചെത്തുന്നു. സോ ഹിയർ ദ ടോട്ടൽ ടൈം ഈസ് 120 seconds. സോ 140ൽ 120 കഴിഞ്ഞ് റിമൈനിങ് 20 സെക്കൻഡ്സിൻ്റെ ട്രാവലിംഗ് കൂടി നമുക്ക് നോക്കണം. സോ റിമൈനിങ് 20 സെക്കൻഡ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഫാർമർ എ എന്നുള്ള പൊസിഷനിൽ നിന്ന് എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 40 സെക്കൻഡ്സ് കൊണ്ടാണ് എൻറ്റയർ ബൗണ്ടറി ട്രാവൽ ചെയ്യുന്നത്. സോ 20 സെക്കൻഡ്സ് കൊണ്ട് അതിൻ്റെ നേർപകുതിയെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നേർപകുതി എന്ന ഡിസ്റ്റൻസ് വരുന്നത് എ സി എന്ന ഡയഗണലാണ്. ആൻഡ് ദിസ് ഈസ് ദ ഡയഗണൽ എ സി ആൻഡ് ദിസ് പാത്ത് ഈസ് കവേർഡ് വിത്ത് 20 സെക്കൻഡ്സ്. സോ ഹിയർ 140 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ഫാർമർ ഫൈനലി സി എന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ സി. ടു ഫൈൻഡ് ഔട്ട് എ സി വി ക്യാൻ അപ്ലൈ പൈത്തഗോറസ് തിയറി. ദാറ്റ് ഈസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ വിച്ച് ഈസ് 10 square plus 10 square is equal to 100 plus 100, that is 200. And from this a is equal to root of 200, that is 14.14.
So we have the final answer. Displacement after 2 minutes 20 seconds is 14.143. ഇനി സെക്കൻഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൽ ഫാർമർ 40 സെക്കൻഡ് കൊണ്ട് ഓൺലി 10 മീറ്റർ ട്രാവൽ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് വൺ സൈഡ് ഓഫ് ദ ഫീൽഡ്. അതായത് ഫസ്റ്റ് 40 സെക്കൻഡിൽ ഫസ്റ്റ് സൈഡ് എയിൽ നിന്ന് ബിയിലേക്ക് 10 മീറ്റർ. ദെൻ സെക്കൻഡ് 40 സെക്കൻഡിൽ നെക്സ്റ്റ് സൈഡ് ദാറ്റ് ഈസ് ബിയിൽ നിന്ന് സിയിലേക്ക്. ദെൻ നെക്സ്റ്റ് 40 സെക്കൻഡ്സിൽ സിയിൽ നിന്ന് ഡിയിലേക്ക്. ഓക്കെ. സോ ഇവിടെ ഫാർമർ ആഫ്റ്റർ 120 സെക്കൻഡ്സ് എയിൽ നിന്ന് ഡിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ റിമൈനിങ് 20 സെക്കൻഡ്സും കൂടി ഉണ്ട്. ആ 20 സെക്കൻഡിൽ ഫാർമർ ഡിയിൽ നിന്ന് ലെറ്റ് ഇ എന്ന പൊസിഷനിൽ റീച്ച് ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 സെക്കൻഡിൽ 10 മീറ്റർ, അതായത് ഒരു സൈഡ് കവർ ചെയ്യുന്നു. സോ 20 സെക്കൻഡ് അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുക. ദാറ്റ് ഈസ് 5 മീറ്റർ. സോ ഫാർമർ എ എന്ന പൊസിഷനിൽ നിന്ന് ഫൈനലി ഇ എന്ന പൊസിഷനിൽ റീച്ച് ചെയ്തു ആഫ്റ്റർ 140 മിനിറ്റ്സ്. ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ ഈസ് 5 മീറ്റർ. ദിസ് displacement is equal to 5 meter in this assumption. And the third question is, which of the following is true for displacement? ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ. ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരാം. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ഒരിക്കലും ഡിസ്റ്റൻസിന് മേലെ വരില്ല. ഒന്നില്ലെങ്കിൽ അത് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഡിസ്റ്റൻസ് ആവാം. So that's all about today's class. If you have any doubt, then you can mention it on the comment box. Thank you all for watching this video.